നമസ്കാരം സുഹൃത്തുക്കളെ, മാരിയോയാണ്. ഞാൻ രാവിലെ ഒരു ലൈവ് വീഡിയോ ഇട്ടായിരുന്നു ഒരു എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും. പക്ഷേ മൈക്കിന് എന്തോ കംപ്ലൈന്റ് വന്നതിന് ശബ്ദമില്ലാണ്ട് പോയി. ഞാൻ തിരിച്ച് ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു കേട്ടോ. ഞാനിന്നൊരു 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു യാത്ര ചെയ്തത്. യാത്രയുടെ ഇടയിൽ എൻ്റെ കൂടെ ഇച്ചിരി മനഃശാസ്ത്രം അറിയാവുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരാൾ അപ്പുറത്തുനിന്ന് കൈ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു പോയത്. അപ്പൊ അദ്ദേഹം ഒരു വീഡിയോ കാണിച്ച് ഭയങ്കര സങ്കടപ്പെട്ടു. വീഡിയോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അമ്മച്ചി മൃതശരീരത്തിന് മുമ്പിൽ, അതായത് ഒരു സ്വന്തം മകന്റെ ശവശരീരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. എൻ്റെ മോൻ എന്നെയും വിട്ടു പോയല്ലോടാ, എന്നെയും കൂടെ കൊണ്ടുപോടാ, എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ടേച്ച് പോയതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ഏങ്ങൽ, ഒരു രോദനം. ആ വീഡിയോ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ബ്രദർ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ല. ഞാൻ കൊണ്ട് ഒരു പെൺകുട്ടി ബസ്സിൽ നിന്ന് മനഃപൂർവ്വം ഒരുത്തനെ പെടുത്തി വൈറലാകാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതിൻ്റെ പരിണിത ഫലമാണെന്ന് പറഞ്ഞു. എനിക്കിതിൻ്റെ സത്യാവസ്ഥകളൊന്നും അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ മനസ്സിന് ഭയങ്കര സങ്കടപ്പെടുത്തിയപ്പോൾ ഞാൻ ആ മനഃശാസ്ത്രം അറിയാവുന്ന എൻ്റെ കൂടെ ഇരുന്ന ആളോട് ചോദിച്ചു, ഇങ്ങനെ ഈ വൈറലാകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഒരു 7-8 പോയിന്റുകൾ എനിക്ക് വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞു തന്നു. ഞാനപ്പോൾ വണ്ടിയിൽ വെച്ചിട്ട് അത് നോട്ടെടുത്തുകൊണ്ട്, എന്താ പറയുക, കുറച്ച് റൈറ്റപ്പ് ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്നു എങ്കിൽ പോലും ഞാൻ ആ നോട്ടെടുത്തു. ആ ഒരു 7 കാര്യം എനിക്ക് കൂട്ടുകാരോട് പറയണമെന്ന് തോന്നി. കാര്യം അദ്ദേഹം അത് പറയാൻ തയ്യാറായില്ല. അദ്ദേഹം മീഡിയയിൽ വരാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പം ഞാനത് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ച. ഒന്നാമത് ആൾ പറഞ്ഞ പോയിന്റാണ് വാലിഡേഷൻ അഡിക്ഷൻ. അതായത് സ്വന്തം വില മറ്റുള്ളവരുടെ കയ്യിലാണ് എന്ന് കരുതുന്ന മനുഷ്യരുണ്ട്. മറ്റുള്ളവർ എന്നെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ. അപ്പം ഇവർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ഒരുപാട് കമന്റ് വേണം, ഒരുപാട് ലൈക്ക് വേണം, ഒരുപാട് ഷെയർ വേണം എന്നിവർ വല്ലാതെ കൊതിക്കും. അപ്പൊ മാത്രമേ അവർക്കൊരു വാല്യൂഡ് ഫീലിംഗ് ഉണ്ടാകും. ഇനി എങ്ങാനും അത് കിട്ടിയില്ലെങ്കിൽ അവർ ചെയ്യുന്നത് മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ട് അത് നേടാൻ ശ്രമിക്കും. ഇപ്പൊ നമ്മുടെ ഒക്കെ വീട്ടില് ഇപ്പൊ ഒരു കുറച്ച് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗസ്റ്റുകളെ വല്ലാതെ മൈൻഡ് ചെയ്താൽ കുട്ടികൾക്ക് അവരെ മൈൻഡ് ചെയ്തില്ലെന്ന് തോന്നുമ്പോൾ അവർ പ്ലേറ്റ് എടുത്ത് എറിഞ്ഞിട്ടോ എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടോ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. എന്നതുപോലെ സോഷ്യൽ മീഡിയ കാലത്ത് ജനങ്ങൾ ചെയ്യുന്നത്, അവർ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വലിയ വൈറാലിറ്റി കിട്ടുന്നില്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഉപദ്രവിച്ചിട്ട് ഒരു വൈറാലിറ്റി സൃഷ്ടിച്ചെടുക്കുന്നതിന്റെ പേരാണ് വാലിഡേഷൻ അഡിക്ഷൻ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു തന്നാണ് ലോ സെൽഫ് എസ്റ്റീം എന്നത്. അതായത് ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ തന്നെ തോന്നുക, ഞാൻ നല്ല കഴിവുള്ള ആളല്ല, ഞാൻ മിടുക്കനല്ല, ഞാൻ ഒന്നിനും കൊള്ളൂല, ഞാൻ അത്ര സൗന്ദര്യമുള്ളവനൊന്നുമല്ല എന്നൊക്കെ സ്വന്തം തന്നെ തോന്നിപ്പോയാൽ ഇവർക്ക് എന്ത് പറ്റുമെന്നറിയോ? ഇവര് സ്വയം എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ സമൂഹത്തിൽ വലിയ മാന്യനാന്ന് അറിയിക്കാനുള്ള എളുപ്പപ്പണി എന്നറിയോ, ബാക്കി എല്ലാവരും സമൂഹത്തിൽ ചീത്തയാണെന്ന് പറഞ്ഞേക്കുക. ഈ ഒരു സ്വഭാവം ലോ സെൽഫ് എസ്റ്റീമിൽ നിന്നുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു തന്ന ഒന്നാണ് നാർസിസ്റ്റിക് ട്രൈറ്റ്സ്. ഇത് ഇച്ചിരി ഡേഞ്ചറാണ് കേട്ടോ. മൂന്നാമത്തേത് നാർസിസ്റ്റിക് ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി ഇല്ലാത്ത ചില മനുഷ്യർ. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അയ്യോ പാവം എന്ന് തോന്നുകയല്ല, ആ വേദന ഇവനൊരു സന്തോഷമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ ഇവൻ ഒരു സന്തോഷം, സന്തോഷം. എന്നിട്ട് ആ കുറ്റം ഇവന്റെ പേജിൽ ഷെയർ ചെയ്തിരുമ്പോൾ ഇവൻ അതിലും വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെ, മറ്റുള്ളവരുടെ മുറിവുകളിൽ ഈച്ചയായി പോയി പതിയിരുന്ന് ആ വ്രണത്തെ പഴുപ്പിക്കാൻ നടക്കുക, അതിനകത്ത് ഭയങ്കര സുഖം കണ്ടെത്തുന്ന ചില മനുഷ്യരാണ് ഈ നാർസിസ്റ്റിക് ട്രൈറ്റ്സ് ഉള്ള മനുഷ്യർ. ഒരു പരിധിവരെയൊക്കെ സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പേരെ കാണാൻ പറ്റും കേട്ടോ. നാലാമത്തത് ഏറ്റവും ഡേഞ്ചർ, പ്രധാന പോയിന്റ്, സെൻട്രൽ പോർഷൻ. നാലാമത്തത് എന്താണെന്നറിയോ? ഡോപാമിൻ അഡിക്ഷൻ എന്ന് പറയും. ഡോപാമിൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു വീഡിയോ ഒരാൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അതങ്ങ് ഭയങ്കര വൈറലായി. ജനലക്ഷങ്ങൾ കണ്ടു, ജനലക്ഷങ്ങൾ ഷെയർ ചെയ്തു, പല മീഡിയക്കാരും അതെടുത്തിട്ടു. അപ്പോഴേക്കും ഭയങ്കര ഡോപാമിൻ റഷ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ തലയിലങ്ങ് നിറഞ്ഞു. ഇങ്ങനെ ഡോപാമിൻ ഭയങ്കര കയറി കഴിഞ്ഞാൽ ഇത് അഡിക്ഷനാണ്. അതായത് ഈ മദ്യപിക്കുമ്പോൾ ഈ ഡോപാമിൻ കിട്ടുന്നതുകൊണ്ടാണ് മദ്യപാനി പിന്നെയും കുടിച്ച് മഹാകുടിയനാവുന്നത്. കഞ്ചാവ് വലിക്കുമ്പോൾ ഈ ഡോപാമിൻ കയറുന്നതുകൊണ്ടാണ് പിന്നെയും അതിന് അഡിക്ഷൻ ആകുന്നത്. പോൺ മൂവി കാണുന്നവർക്ക് അതിൽ സുഖം കിട്ടുമ്പോൾ പിന്നെ അഡിക്ഷൻ ആവുന്നത്. ഇതുപോലെ അഡിക്ഷനിലേക്ക് നയിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഡോപാമിൻ. ഇത് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് എന്ന് വിചാരിക്കും ഒരാൾക്ക്. എപ്പോൾ ഒരു വീഡിയോ ഇട്ട് വൈറലായി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ മൈൻഡിൽ ഒരു അഡിക്ഷനാണ്, എങ്ങനെയെങ്കിലും ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോയും വൈറലാകണം. പിന്നെ ആള് വീഡിയോ ഇട്ടിട്ട് വൈറലാകാതെ വരുമ്പോൾ വൈറലാകാനുള്ള അവസരം നോക്കും. അതെന്താണെന്നറിയോ? ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ എന്താണോ സെൻസിറ്റീവായ കാര്യം അതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിച്ച് ചെയ്ത് വീഡിയോ ഇടും. അതുകൊണ്ടാണ് ഒരു വിഷയം വരുമ്പോൾ സകല ചാനലുകാരും ഈ വിഷയത്തിൽ കയറി പിടിക്കുന്നത്. കാരണം എന്താ? ആ ദിവസം കിട്ടുന്ന ഹാഷ്ടാഗ്, ആ ദിവസം കിട്ടുന്ന വൈറാലിറ്റി, ആ സബ്ജക്റ്റിൽ കിട്ടുന്ന ഒരു വൈറാലിറ്റി
വൈറാലിറ്റി വേറെ ഒന്നിനും കിട്ടൂല ആ ദിവസം. അതുകൊണ്ട് വൈറൽ ആകാനുള്ള കൊതി വരുന്നത് ഈ ഡോപ്പാമിൻ റഷ് കൊണ്ടും കൂടെയാണ്, ഡോപ്പാമിൻ അഡിക്ഷൻ. ഇത് ഓരോ മീഡിയ ഉപയോഗിക്കുന്നവരും തിരിച്ചറിയുന്നത്. ഈവൻ ഞാൻ എൻ്റെ ദേഹിയോട് മാരിയോയോട് കൂടെ പറയുകയാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഒരു അഡിക്ഷൻ മോണിറ്റർ നമ്മളിൽ വളർത്തിയെടുക്കുന്ന ഡോപ്പാമിൻ അഡിക്ഷൻ ആണ് എന്നതാണ് അദ്ദേഹം എനിക്ക് കാറിലിരുന്ന് പറഞ്ഞു തന്നത്. ഇനി അഞ്ചാമത് അദ്ദേഹം പറഞ്ഞത് ഓൺലൈൻ ഡിസിൻഹാബിറ്റേഷൻ എന്നാണ്. അതായത് ഓൺലൈൻ ഡിസിൻഹാബിറ്റേഷൻ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സ്ക്രീനിന്റെ മറവില് ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെ ടി വിയിലോ ചാനലിലോ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വേദന ഇവർ കാണുന്നു. അതൊരു കലയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതല്ലേ. ഇപ്പൊ എന്നെ ഒരാൾ ട്രോളുന്നു, അതൊരു കലയുടെ ഭാഗമല്ലേ. പക്ഷേ ഈ ട്രോള് കണ്ട ഞാൻ ചിലപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കാതെ കിടക്കേണ്ട അവസ്ഥ ഒരു മാനസികമായി തളർന്നിട്ട്. പക്ഷെ അത് ചെയ്തവൻ ചിന്തിക്കുന്ന എന്താ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കല, അത് കലയാണ് എന്ന് പറയും, അല്ലെങ്കിൽ അതൊരു വാർത്തയാണെന്ന് പറഞ്ഞ് ട്രിബിലൈസ് ചെയ്യും. ഇതില്ലെങ്കിൽ ഇതൊരു പോസിറ്റീവ് ക്രിറ്റിസിസമാണ്, അയാൾ നന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്തതല്ലേ എന്ന് പറയും. എത്രയോ മനുഷ്യരുടെ ജീവിതം നമ്മൾ അറിഞ്ഞോ അറിയാതെ അങ്ങനെ തകർത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ നമ്മളുടെ കല, നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മളുടെ ന്യൂസ്, നമ്മളുടെ വ്യൂ, നമ്മളുടെ റീച്ച് എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് മറ്റ് മനുഷ്യരുടെ ഫീലിങ്സ് പാടേ മറന്നുപോകും. എത്രയോ കുടുംബങ്ങൾ അതുമൂലം തകർന്നു പോയി, എത്രയോ വ്യക്തികൾ അതുമൂലം തകർന്നു പോയി. ഇന്നലത്തെ ആ മരണം പോലും അതുമൂലം സംഭവിച്ചത് തന്നെയല്ലേ? എത്രയോ മരണങ്ങൾ, എത്രയോ വ്യക്തികൾ ഡിപ്രഷനിലായിപ്പോയി, എത്രയോ വ്യക്തികൾ വിഷാദ രോഗത്തിന് അടിമയായിപ്പോയി. ഇപ്പൊ 1 in 2 are under ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം ഒരു പരിധിവരെ ഈ സോഷ്യൽ മീഡിയയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയൽ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലൂടെ കുറെ വേദനകളിലൂടെ കടന്നുപോയ അനുഭവത്തിൽ നിന്നും ഈ എൻ്റെ കൂട്ടുകാരൻ, ഈ സൈക്കോളജി അറിയാവുന്ന മനഃശാസ്ത്രജ്ഞൻ എന്നോട് ഇത് കാറിൽ വെച്ച് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഞാനുമായി റിലേറ്റീവ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് അതൊരു വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ കൂട്ടുകാരോട് പറയണമെന്നുള്ളത്. ഇനി ആറാമത്തത് സപ്രസ്ഡ് ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ. കുറെ മനുഷ്യർക്ക് അവരവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് സപ്രസ് ചെയ്ത ആങ്കർ ഉണ്ട്, കോപം, ഫ്രസ്ട്രേഷൻ ഉണ്ട്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ നേടാൻ കൊതിച്ചിട്ട് നേടാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ. ഞാനും അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെയാണ്, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ഭയങ്കര ദേഷ്യം ആരോടൊക്കെ ഉണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാഞ്ഞിട്ട്. നമുക്ക് അധ്വാനിച്ചിട്ട് നടക്കുന്നില്ല, എന്നാൽ ചിലർക്ക് ഈസിയായിട്ട് നടക്കുന്നത്, സഹിക്കാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ. ഈ ഫ്രസ്ട്രേഷൻ ചില ആളുകൾ എങ്ങനെയാണ് പുറത്തെടുക്കാന്നറിയോ? മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് ഇവരുടെ ഈ ഫ്രസ്ട്രേഷൻ ഇവരൊരു റിലീഫ് കണ്ടെത്തും, അതിനൊന്ന് പുറത്തിറക്കി വിടും. അപ്പൊ എന്താ ചെയ്യുക? സോഷ്യൽ മീഡിയ കയ്യിലുള്ള ചെറിയൊരു യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഉള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയാൽ ഇവന്റെ സപ്രസ്ഡ് ആങ്കറും ഇവന്റെ സപ്രസ്ഡ് ഫ്രസ്ട്രേഷനും തീർക്കാൻ ഇവൻ ആഗ്രഹിച്ചിട്ട് നേടാത്തത് ആരൊക്കെ നേടിയോ അവരെ എല്ലാം തെറിവിളിക്കാന്നുള്ളതാണ്. ഇവൻ അറ്റൻഷൻ നോക്കി ഇവന് കിട്ടിയില്ല, മറ്റവൻ അറ്റൻഷൻ കിട്ടിയില്ല, അവനെ അങ്ങ് തെറിവിളിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ചെറിയ അറ്റൻഷൻ ഇവന് കിട്ടും. ഒരു നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെയെങ്കിലും അറ്റൻഷൻ നേടിയെടുക്കാനുള്ള ആഴമായ ശ്രമം ഇവർ നടത്തും എന്നുള്ളതാണ്. ഏഴാമത് പറഞ്ഞു തന്നതാണ് മോറൽ ഡിസെൻഗേജ്മെന്റ്. മോറൽ ഡിസെൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പം ഉദാഹരണത്തിന് ഒരാളെ കുറിച്ച് നമ്മളൊരു മോശമായ വാർത്ത കേട്ട് കഴിഞ്ഞ ഉടനെ നമ്മുടെ ചാനലിൽ നമ്മളതങ്ങ് തട്ടിവിടുകയാണ് ആ വാർത്ത. അപ്പൊ ആരോ നമ്മളെ വിളിച്ചിട്ട് എന്തിനാണ് ആ പാവത്തെ ദ്രോഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന മറുപടി, അവനത് അർഹിക്കുന്നു, കാരണം അവൻ ആ വാക്കിൽ പിഴവ് വരുത്തിയില്ലേ, അവനാ തെറ്റ് ചെയ്തില്ലേ, സോ നമ്മൾ തെറി വിളിക്കാൻ അവൻ അർഹനാണ് നമ്മുടെ തെറിക്ക്. അതുകൊണ്ട് നമുക്ക് തോന്നിയതെല്ലാം ഒന്ന് പറയാം എന്നൊരു തീരുമാനം. ഒരു വ്യക്തിക്ക് ഒരു വാക്കിൽ വന്ന പിഴയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പിഴയായിരിക്കാം. അവിടെ ഒരു വ്യക്തിയേ ഉള്ളൂ എന്ന് ഓർക്കണം. പക്ഷെ സമൂഹ മാധ്യമത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചാണ് ഇയാൾ ആക്രമിക്കുന്നതെന്ന് ഓർക്കണം. അത് സഹിക്കാനുള്ള ത്രാണി ഇല്ലാതെ വരുമ്പോൾ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്ത് കളയും. അങ്ങനെയാണ് ഇന്നലെ അങ്ങനെ ഒരു ആത്മഹത്യ നമ്മുടെ നാട്ടിൽ നടക്കാനിടയായത്. പ്രബുദ്ധ മലയാളികൾ നാണിക്കേണ്ട, മൂക്കത്ത് വിരൽ വെക്കേണ്ട, എന്താ പറയാ, സ്വന്തം തന്നെ. ഇപ്പൊ ഞാനൊക്കെ എന്നോട് തന്നെ എനിക്കെന്തോ ഒരു കുളിപ്പ് തോന്നുകയാണ്. എന്ന് പറഞ്ഞാൽ അയ്യോ നമ്മുടെ സമുദായം ഇത്രത്തോളം തകർന്നു പോയോ, നമ്മുടെ മനുഷ്യർ ഇത്രത്തോളം താണു പോയോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ഈ മോറൽ ഡിസെൻഗേജ്മെന്റ് കൊണ്ടാണ്. പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളെ ഒത്തിരി കളിയാക്കിയിട്ട് പറയും, അതൊക്കെ ഒരു തമാശയായിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ, സീരിയസ് ആയിട്ട് എടുക്കേണ്ട. നിങ്ങളുടെ മനസ്സിന് ഒരാൾ നിങ്ങൾ കളിയാക്കുമ്പോൾ തമാശയായിട്ട് എടുക്കാനുള്ള പക്വത ഉണ്ടാകും. പക്ഷെ മറ്റൊരു മനുഷ്യന് അത് ഉണ്ടാവണമെന്നില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിന്റെ അതേ പക്വതയാണോ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും? ഇപ്പൊ മാരിയോ എന്ന എൻ്റെ പക്വത അല്പം കുറവായിരുന്നെങ്കിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ദ്രോഹിച്ച സമയത്ത് ആത്മഹത്യയിൽ കൊണ്ടവനാണ്. പക്ഷെ ദൈവവിശ്വാസം ഉള്ളത് കൊണ്ടും മനസ്സിന് ദൈവം പക്വത തന്നതുകൊണ്ടും പിടിച്ചു നിന്ന് പോയതല്ലേ, അല്ലെ ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോയില്ലായിരുന്നു മൊത്തത്തിൽ. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കത് തമാശയായിരിക്കാം ചെയ്യുന്നവർക്ക്, പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് വലിയ വേദനയായി മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വളരെ ട്രിവിലൈസ് ചെയ്തിട്ട് ഇവര് ഈ സോഷ്യൽ ഡിസെൻഗേജ്മെന്റിലുള്ള ആളുകൾ പറയുന്നത് ഇത് എല്ലാ കുടുംബത്തിലും എല്ലാ വ്യക്തികൾക്കും സംഭവിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയും.
അങ്ങനെ തള്ളിക്കളയേണ്ടതല്ല. ഞാനൊരു കാര്യം പറയാം. ഈ 7 പോയിന്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടു, നിങ്ങളോട് ഷെയർ ചെയ്തു. ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതെല്ലാവരും ശ്രദ്ധിക്കണേ. ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇനി അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് തുടങ്ങി, ഇനി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റ തുടങ്ങി, ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ വന്നു. അയാൾ ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആളാണ്. ആരാണെങ്കിലും 1 വരുമാനം, 2 ഇച്ചിരി ജനങ്ങളുടെ ശ്രദ്ധ നേടുക, 3 ഒരു കുറച്ച് നന്മകൾ ചെയ്ത് തീർക്കുക. ഇതൊക്കെ ആഗ്രഹങ്ങളാണ് കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് കാശുണ്ടാക്കണമെന്ന ഒരു ചിന്ത തന്നെയാണ്. ഇപ്പൊ എല്ലാവരും നീ ആരാന്ന് വെച്ചാൽ ഞാനൊരു യൂട്യൂബറാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനം കണ്ടെത്തുന്ന കാലമായിരിക്കുകയാണ് ഇപ്പം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്താവണം? യൂട്യൂബർ ആവണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യർ മാറിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ മാരിയോ ഒരു വീഡിയോ ഇട്ടു, പക്ഷെ അതിന് വൈറാലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് ഏറ്റവും പ്രബുദ്ധമായി വൈറലായിട്ട് വീഡിയോ പോകണമെങ്കിൽ ആരുടേതെങ്കിലും കുറ്റവും കുറവും ആണെങ്കിൽ മാത്രമേ അത് വൈറലാകുള്ളൂ. അത് രാഷ്ട്രീയമായാകാം, അത് മതപരമായാകാം, അത് സാമുദായികപരമായാകാം, അത് കുടുംബപരമായാകാം. കുടുംബപരത്തിൽ ഞാനും പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഒരാളുടെ മറ്റൊരു വ്യക്തിയുടെ, അതായത് 4 ആള് ശ്രദ്ധിക്കുന്ന, 4 ആള് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ അവന്റെ വ്യക്തി ജീവിതത്തിലേക്കോ ഇങ്ങനെ ഒളിച്ചു നോക്കിയിരുന്ന് അവരുടെ ചെറിയ ഒരു പിഴവ് കിട്ടുമ്പോൾ അതങ്ങോട്ട് കുത്തിപ്പൊക്കി നാട്ടിൽ മുഴുവനും അങ്ങ് ചർച്ചാ വിഷയമാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോയിൽ ഭയങ്കര വ്യൂവേഴ്സ് കൂടി അതുവഴി കുറെ കാശ് കിട്ടി. എങ്ങനെയാണ് കാശ് കിട്ടുന്നത്? ചിലർക്ക് $100 ഒരു മാസം, ചിലർക്ക് $500, ചിലർക്ക് $1000. $1000 കിട്ടുക എന്ന് പറഞ്ഞാൽ 80,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. അത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റയിൽ എല്ലാം കിട്ടാന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ പെട്ടെന്ന് കയ്യിൽ വരാനുള്ള എളുപ്പപ്പണി സൂപ്പറായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകാന്നുള്ളതാണ്. അങ്ങനെ വൈറലാകാനുള്ള പണി എന്താ? നല്ല കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്നൊന്നും വൈറലാവില്ല. വൈറലാകണമെങ്കിൽ ഇച്ചിരി മോശം കാര്യങ്ങൾ തന്നെ ചെയ്യണം. കാരണം ഗോസിപ്പ് ഭയങ്കര സ്പീഡായിട്ട് പടരും. നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് നേടാൻ പറ്റില്ല, വേറൊരുത്തൻ നേടി, അവനൊരു ചീത്തപ്പേര് വരുമ്പോഴേക്കും ഞാനിത് പെട്ടെന്ന് മാക്സിമം ഷെയർ ചെയ്യും. എന്നാൽ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാത്ത നന്മ വേറൊരുത്തന് കിട്ടിയത് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ ഷെയർ ചെയ്യൂല. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ അന്വേഷിക്കില്ല. അവരെ നാണം കെടുത്തണമെങ്കിൽ അവരെ നാണം കെടുത്തി കളിയാക്കി കൊച്ചാക്കി കുറ്റപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ വൈറലാകുള്ളൂ എന്നൊരു ചിന്ത. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാ മീഡിയക്കാരും, അത് പ്രത്യേകിച്ച് ഈ സ്വന്തമായി മീഡിയ നടത്തുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഓരോരും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കണ്ണീരിനെ വീഴ്ത്തി ശാപം വാങ്ങി വൈറലായി നമ്മൾ നേടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക് വലിയ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫ്രം ദി എക്സ്പീരിയൻസ്, അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്, ഒരു പരിധിവരെയൊക്കെ നമ്മുടെ എല്ലാം ഇടയിലുള്ള ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മളുടെ മനസ്സിൻ്റെ അകത്തെ മുറിവുകളെ നമ്മൾ കണ്ടെത്തുകയും അതിനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇതേ നമുക്ക് ഏറ്റവും ചെയ്യാനുള്ള പരിഹാരം. എന്തുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവുകൾ മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നതും ഷെയർ ചെയ്യുന്നതും? എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ ഞാൻ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് വൈറലാകണമെന്ന് എൻ്റെ ഡോപാമിൻ, എൻ്റെ തലച്ചോറിനകത്തെ ഈ സുഖം തരുന്ന ഹോർമോൺസ് എന്നെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള നമ്മളുടെ മാനസികമായ ചെറിയ ചെറിയ വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന.